നമസ്തേ. CPM 2025 ഏപ്രിൽ 29-30 തീയതികളിലായി, അതായത് ഇന്നും നാളെയും നടത്തുമെന്ന് പ്രഖ്യാപിച്ച വർഗീയ വിരുദ്ധ സദസ്സുകളിൽ ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ച പ്രചാരണങ്ങളുടെ കുഴപ്പം അറിയാമോ? കാശ്മീരി പാകിസ്ഥാനി ഭീകരവാദികൾ ഒരേപോലെ അവകാശപ്പെടുന്ന ന്യായീകരിക്കുന്ന വേർഷൻ പ്രചരിപ്പിക്കലാണ് ഈ സദസ്സുകളുടെ മുഖ്യ ലക്ഷ്യം എന്നത് പാർട്ടി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. പ്രചാരണത്തിൽ PFIയുടെ പ്രവർത്തന വിടവ് നികത്തുകയാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ താൽപര്യങ്ങളാണ് ഈ നീക്കത്തിന്റെ പിന്നിൽ എന്നത് സംശയിക്കാൻ ഇപ്പോൾ നിരവധി കാരണങ്ങളുണ്ട്. CPM ഇടയ്ക്കിടെ കോൺഗ്രസുമായി ചേർത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നത് അടവ് നയവും ബാന്ധവം മറച്ചുപിടിക്കാനുള്ള തത്രപ്പാടുമായാണ് വിലയിരുത്തപ്പെടേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവിടെയുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന പദ്ധതികളെയും ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്തുവാനും നിയന്ത്രിക്കുവാനുമുള്ള മെക്കാനിസമുണ്ട്. വഖഫ് ബിൽ സംബന്ധിച്ച പാർലമെന്റ് ചർച്ചയിൽ ഇടത് കോൺഗ്രസ് നേതാക്കൾക്ക് പാർലമെന്റിൽ സംസാരിക്കാനുള്ള നോട്ടുകൾ തയ്യാറാക്കി നൽകി പഠിപ്പിച്ചു വിട്ടത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ജലീലിന്റെ ഇടനില ഇല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ ജലീലിനുള്ള നീരസവും അസ്വസ്ഥതയും നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട വിഷയവുമാണ്. പറഞ്ഞു വന്നത് CPMന്റെ പതിവ് രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ നിന്നും വേറിട്ട ഒരു സ്വഭാവം ഈ സദസ്സുകൾക്കുണ്ട് എന്നതാണ്. തീവ്രവാദ വിരുദ്ധ സദസ്സുകളുടെ CPM വ്യക്തമാക്കി കഴിഞ്ഞ ലൈൻ ഇതാണ്: കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് കശ്മീരിൽ ഇത്തരം സാഹചര്യം സൃഷ്ടിച്ചത്. വഞ്ചിക്കപ്പെട്ടു എന്ന ജനതയുടെ ചിന്തയാണ് തീവ്രവാദ ആശയങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ സാഹചര്യത്തിൽ രൂപം കൊണ്ട് തീവ്രവാദ സംഘടനയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. കശ്മീരിന്റെ സ്വയം ഭരണാവകാശം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ പ്രശ്നം പരിഹരിക്കാനാകൂ. ഇത് മൂന്നും ഭീകരവാദി ആക്രമണത്തെ നേരിട്ട് ന്യായീകരിക്കലും അവരുടെ ആശയപ്രചരണം പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ച് സ്വീകാര്യത വരുത്തലുമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കോ അനുബന്ധ സംഘടനകൾക്കോ നേരിട്ട് ഇത്തരത്തിൽ ഒരു പ്രചാരണവുമായി മുന്നോട്ടിറങ്ങാൻ പറ്റാത്ത വൈകാരിക പ്രതിരോധം ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. അതിനെ CPMനെ ഉപയോഗിച്ച് മറികടക്കാനുള്ള ശ്രമമായാണ് ഇപ്പോഴത്തെ സദസ്സുകളെ ബോധ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് കശ്മീരിൽ ഇത്തരം സാഹചര്യം സൃഷ്ടിച്ചത് എന്ന ഒന്നാം വാദഗതിയെ ഒറ്റയ്ക്കെടുത്ത് വിലയിരുത്തിയാൽ CPMന്റെ പതിവ് റിബൽ രാഷ്ട്രീയ പ്രചരണമായി ലഘൂകരിക്കാമെങ്കിലും രണ്ടാമത് പറയുന്ന വഞ്ചിക്കപ്പെട്ടു എന്ന ജനതയുടെ ചിന്തയാണ് തീവ്രവാദ ആശയങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ സാഹചര്യത്തിൽ രൂപം കൊണ്ട തീവ്രവാദ സംഘടനയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതുമായി ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ഭീകരവാദി ആക്രമണത്തെ പച്ചയ്ക്ക് ന്യായീകരിക്കലും അതിനെ ഒരു സ്വാഭാവികവും അപ്രസക്തവും നിസ്സാരവുമായ സംഭവമായി ചിത്രീകരിക്കലും മതം തിട്ടപ്പെടുത്തി നടത്തിയ കൂട്ടക്കൊല കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സമര പോരാട്ടമായിരുന്നു എന്ന് വരുത്തി തീർക്കലും ആണെന്ന് ബോധ്യപ്പെടും. അതായത് കൂട്ടക്കൊലയിൽ പാകിസ്ഥാനോ ലഷ്കറിനോ സൈഫുള്ള കസീരിക്കോ രാജ്യത്തെ മറ്റ് വിഘടനവാദ ശക്തികൾക്കോ യാതൊരു പങ്കുമില്ല, വേറെ ഒരു ഗൂഢാലോചനയുമില്ല എന്ന്. ഇത് കേന്ദ്ര സർക്കാരിന്റെ വഞ്ചനയോട് അന്നാട്ടിലെ ചെറുപ്പക്കാർക്ക് തോന്നിയ സ്വാഭാവിക പ്രതികരണം മാത്രം. ഇത് തന്നെയാണ് പാകിസ്ഥാനും ഭീകര സംഘടനകളും അന്താരാഷ്ട്ര വേദികളിലടക്കം പ്രചരിപ്പിക്കുന്നത്. ഇതിനെ കേരളത്തിന്റെ ആഭ്യന്തര വിപണിയിൽ വിറ്റഴിക്കാനുള്ള ദൗത്യമാണ് CPMന്റെ ഈ ദൗത്യത്തിലൂടെ തെളിയുന്നത്. മേൽപ്പറഞ്ഞ 2 പോയിന്റുകളേക്കാൾ മാരകമാണ് മൂന്നാമത്തെ, കശ്മീരിന്റെ സ്വയം ഭരണാവകാശം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ പ്രശ്നം പരിഹരിക്കാനാകൂ എന്ന പ്രചാരണം. സത്യത്തിൽ ഈ വാദത്തെ അവസരം മുതലെടുത്ത് ഭാരതത്തിന്റെ പൊതുമനസ്സിൽ അടിച്ചേൽപ്പിക്കുക, സ്വീകാര്യത ഉണ്ടാക്കുക എന്നത് തന്നെയാണ് സദസ്സുകളുടെ ആത്യന്തിക ലക്ഷ്യം. കശ്മീരിന്റെ സ്വയംഭരണം എന്നത് ലഷ്കറും ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള ഭീകര സംഘടനകളും പാകിസ്ഥാനും നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യവും ഓരോ ഭീകരാക്രമണത്തിനുമുള്ള ഭീകര ന്യായീകരണവുമാണ്. തീർത്തും സുതാര്യവും നിയമപരവും ക്രമികമായ നടപടികളിലൂടെയും വ്യവസ്ഥാപിതമായത് കാശ്മീരിന്റെ സ്വയംഭരണം തുടങ്ങിയ അമിതാവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. എന്നിരിക്കെ പാർലമെന്റും കോടതിയും തിട്ടപ്പെടുത്തി രാഷ്ട്രം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന വ്യവസ്ഥയ്ക്കെതിരായി തിരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന CPM ലഷ്കറിന്റെയും ഹൂറിയത്തിന്റെയും രാഷ്ട്രീയ വിരുദ്ധമായ ആശയപ്രചാരണങ്ങൾ ഏറ്റെടുത്ത് അതേ രീതിയിൽ പ്രചരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ആശ്വാസമല്ല. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ഈ രാഷ്ട്രവിരുദ്ധ പ്രചാരണം നടക്കാൻ പാടില്ലാത്തത് തന്നെയാണ്.